നമസ്കാരം. ഇന്ത്യൻ സമുദ്രമേഖലയിലെ സുരക്ഷയും സഹകരണവും ലക്ഷ്യമിട്ടുള്ള ഇന്ത്യൻ നാവികസേനയുടെ IOS സാഗർ ദൗത്യം പൂർത്തിയായി. 16 സൗഹൃദ രാജ്യങ്ങളിലെ പ്രതിനിധികളുമായി 1.5 മാസത്തിലേറെ നീണ്ട സമുദ്ര പര്യടനം പൂർത്തിയാക്കി നാവികസേനയുടെ യുദ്ധക്കപ്പൽ INS സുനൈന കൊച്ചിയിൽ തിരിച്ചെത്തി. കൊച്ചി ദക്ഷിണ നാവികസേന ആസ്ഥാനത്ത് കപ്പലിന് ആവേശകരമായ സ്വീകരണമാണ് ലഭിച്ചത്. ഇന്ത്യൻ സമുദ്രമേഖലയിലെ പരസ്പര സഹകരണത്തിൻ്റെയും കൂട്ടായ സുരക്ഷയുടെയും പുതിയൊരു അധ്യായത്തിനാണ് കൊച്ചിയിൽ കൊടിയിറങ്ങിയത്. ഒറ്റക്കടൽ ഒറ്റ ലക്ഷ്യം എന്ന ആപ്തവാക്യവുമായി ഏപ്രിൽ 2-ന് മുംബൈയിൽ നിന്നാണ് IOS സാഗർ ദൗത്യം ആരംഭിച്ചത്. ബംഗ്ലാദേശ്, ഇന്തോനേഷ്യ, മലേഷ്യ, മാലദ്വീപ്, സിംഗപ്പൂർ, UAE തുടങ്ങി 16 പങ്കാളിത്ത രാജ്യങ്ങളിൽ നിന്നുള്ള 38 ജീവനക്കാരാണ് ഇന്ത്യൻ നാവികസേനയ്ക്കൊപ്പം ഈ സംയുക്ത ദൗത്യത്തിൽ പങ്കാളികളായത്. കൊച്ചി ഹാർബറിലെത്തിയ INS സുനൈനയെ നേവൽ ഫാസ്റ്റ് ഇൻ്റർസെപ്റ്റർ ക്രാഫ്റ്റുകൾ ഔദ്യോഗികമായി അകമ്പടി സേവിച്ചു. തുടർന്ന് വാട്ടർ സല്യൂട്ട് നൽകി. ഒരു വർഷത്തിലധികമായി കുടുംബാംഗങ്ങളെ പിരിഞ്ഞാണ് നാവികസേനാ ഉദ്യോഗസ്ഥർ പര്യടനം പൂർത്തിയാക്കിയത്. ഉദ്യോഗസ്ഥരെ സ്വീകരിക്കാൻ കുടുംബാംഗങ്ങളും നാവികസേനാ ആസ്ഥാനത്ത് എത്തി. വെൽക്കം ഹോം ഡാഡ്, വി ആർ പ്രൗഡ് ഓഫ് യു തുടങ്ങി പ്ലക്കാർഡുകളും കുട്ടികൾ കൈകളിലേന്തിയിരുന്നു. Madam, how do you feel this moment? Oh, this is amazing. I mean, almost like 50 days. We waited for him and it's absolutely wonderful and we are very excited to see him. Thank you. Proud moment. Proud moment. Happy. Nice experience. First year, ഇത് 2 months. 2 months after. Okay. Muthulakshmi. Okay, thank you. ദക്ഷിണ നാവിക കമാൻഡ് ഫ്ലാഗ് ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫ് വൈസ് അഡ്മിറൽ സമീർ സക്സേന കപ്പലിലെ ജീവനക്കാരെയും വിദേശ പ്രതിനിധികളെയും സ്വീകരിച്ചു. ദീർഘകാലം നീണ്ടുനിന്ന ദൗത്യത്തിൽ പങ്കെടുത്ത നാവികളുടെ പ്രൊഫഷണലിസത്തെയും മികച്ച ഒത്തൊരുമയെയും അദ്ദേഹം അഭിനന്ദിച്ചു. ഇന്ത്യൻ സമുദ്രമേഖലയിലെ വെല്ലുവിളികളെ നേരിടാൻ ഇത്തരം സംയുക്ത ദൗത്യങ്ങൾ അത്യന്താപേക്ഷിതമാണ്. കടൽക്കൊള്ള, നിയമവിരുദ്ധമായ മത്സ്യബന്ധനം, മയക്കുമരുന്ന്, ആയുധക്കടത്ത് എന്നിവ തടയാൻ പ്രാദേശിക നാവികസേനകളുടെ ഈ കൂട്ടായ്മ കരുത്ത് പകരുമെന്നും അദ്ദേഹം പറഞ്ഞു. However, perhaps the most unique aspect of IOS Sagar was the multinational integration on board. For 49 days, officers and sailors from 17 different countries lived, trained and operated together as one unified team at sea. They stood watches together, trained together, solved operational challenges together, and represented the finest traditions of professionalism and maritime bond. In many ways, the ship has become a floating symbol of regional unity. വിവിധ രാജ്യങ്ങളിൽ നിന്നും ഉള്ളവരായതുകൊണ്ട് ആദ്യമൊക്കെ പരിശീലനം വെല്ലുവിളി നിറഞ്ഞതായിരുന്നു.
എന്നാൽ പിന്നീട് അതിർവരമ്പുകളെല്ലാം കടന്ന് ഒരേ മനസ്സോടെ എല്ലാവരും ഒന്നിച്ചു. Well, I would say the initial integration of the crew, because they all came from different nationalities, had different traditions and social backgrounds, but we broke down these social boundaries with interactions with each other, having meals together, small things like our sailors and officers going out in the evening in Cochin town together, and so we made friends with each other, and all the initial challenges which were there, they were all sorted out, and this ship became a one cohesive unit. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാഗർ മഹാസാഗർ എന്നീ നയതന്ത്ര കാഴ്ചപ്പാടുകൾ മുൻനിർത്തിയാണ് ഈ ദൗത്യം നടപ്പിലാക്കിയത്. പര്യടനത്തിനിടയിൽ മാലെ, ഫുക്കറ്റ്, ജക്കാർത്ത, സിംഗപ്പൂർ, യാങ്കോൺ, ചട്ടോഗാം, കൊളംബോ എന്നീ തന്ത്രപ്രധാന തുറമുഖങ്ങൾ INS സുനൈന സന്ദർശിച്ചു. വിവിധ രാജ്യങ്ങളിലെ നാവികസേനകളുമായി സംയുക്ത പരിശീലനങ്ങൾ, മാരിടൈം സെക്യൂരിറ്റി ചർച്ചകൾ, കടലിലെ സുരക്ഷാ മുൻകരുതലുകൾ എന്നിവ ഈ യാത്രയുടെ ഭാഗമായി നടന്നു. ഈ ദൗത്യത്തിന് മുന്നോടിയായി കൊച്ചിയിൽ വെച്ച് ഇവർക്ക് പ്രത്യേക ഹാർബർ പരിശീലനവും IONS മാരിടൈം എക്സസൈസും നൽകിയിരുന്നു. IOS സാഗറിൻ്റെ വൻ വിജയം ഇന്ത്യൻ സമുദ്രമേഖലയിൽ ഇന്ത്യയുടെ സുരക്ഷാ പങ്കാളിത്തവും വിശ്വാസ്യതയും ഊട്ടിയുറപ്പിക്കുന്നതാണ്. കൊച്ചിയിൽ നിന്നും പ്രണവസ് പ്രകാശിനോടൊപ്പം R. പിയൂഷ്, മറുനാടൻ മലയാളി.